ഇപ്പൊ സോഷ്യൽ മീഡിയ ഒക്കെ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ UDF-ന്റെ നായകനായിട്ട് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വി ഡി സതീശനെയാണ്. അങ്ങോട്ട് മിന്നി മറയുകയാണ്. കാരണം ഏത് തരത്തിലുള്ള PR വർക്കാണ് വരുന്നത് പോലും അറിയത്തില്ല. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ അറിയാൻ സാധിച്ചൊരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ UDF പിടിച്ചെടുത്തിട്ടുള്ള കുറേ കോർപ്പറേഷനുകളുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഒരു കോർപ്പറേഷൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇപ്രാവശ്യം അത് 4 കോർപ്പറേഷനിലേക്ക് എത്തി. ഈ 4 കോർപ്പറേഷനിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്ക് കൊല്ലം കോർപ്പറേഷനൊക്കെ സ്വപ്നത്തിൽ പോലും ഒരു കോൺഗ്രസ്സുകാരനോ അല്ലെങ്കിൽ ഒരു UDF-കാരനോ വിചാരിച്ചിട്ടില്ല അത് തങ്ങളുടെ പക്ഷത്തേക്ക് വരുമെന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ കൊല്ലത്തെ സംബന്ധിച്ചിട്ട് പല ആളുകളും പറയുന്നത് എന്താ വെച്ചാൽ VD സതീശന്റെ ഒരു ടെക്നിക്കായിരുന്നു അത്. VD സതീശന്റെ ടെക്നിക്കൊന്നും അല്ലത്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ LDF-ന്റെ ഈ സർക്കാരിന്റെ ചില ജനവിരുദ്ധ നയങ്ങളുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. അല്ലെങ്കിൽ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. ഈ ഭരണവിരുദ്ധ വികാരം അലയടിച്ചത് തന്നെയാണ്. കാരണം ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന കുറേയധികം പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിൽ തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പരിഹാരം കാണാൻ വേണ്ടിയിട്ട് LDF സർക്കാർ വരുത്തുന്ന കാലതാമസം, ഈ കാലതാമസത്തിന് കൊടുത്തിരിക്കുന്ന ഒരു വാണിംഗ് ആണ് ഈ ഓട്ടോ എന്ന് പറയുന്നത്.